ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. പ്രഭാഷകൻ 35 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത ബൈബിളും വായിക്കാം, ലോഗോസും പഠിക്കാം. ഒന്നാമത്തെ വാക്യം, നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ചോദ്യോത്തരം: നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായതെന്താണ്? ഉത്തരം: നിയമം പാലിക്കുന്നത്. രണ്ടാമത്തെ വാക്യം, കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. ചോദ്യോത്തരം: കൽപ്പനകൾ അനുസരിക്കുന്നതിനെ എന്തിനു തുല്യമായിട്ടാണ് വിലയിരുത്തുക? ഉത്തരം: സമാധാന ബലിക്ക്. മൂന്നാമത്തെ വാക്യം, കരുണയ്ക്കു പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ചോദ്യോത്തരം: കരുണയ്ക്കു പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ഉത്തരം: ധാന്യബലിക്ക്. നാലാമത്തെ വാക്യം, ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ചോദ്യോത്തരം: കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നതിന് തുല്യമായിട്ട് പറയുന്നത് എന്താണ്? ഉത്തരം: ഭിക്ഷ കൊടുക്കുന്നത്. അഞ്ചാമത്തെ വാക്യം, ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. ചോദ്യോത്തരം: കർത്താവിന് പ്രീതികരമായതെന്താണ്? ഉത്തരം: ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. പാപപരിഹാര ബലിയായി പറയുന്നതെന്താണ്? ഉത്തരം: അനീതി വർജിക്കുന്നത്. ആറാമത്തെ വാക്യം, വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. ചോദ്യോത്തരം: കർത്താവിനെ സമീപിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നതെന്താണ്? ഉത്തരം: വെറും കൈയോടെ. ഏഴാമത്തെ വാക്യം, എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. ചോദ്യോത്തരം: ഇവയെല്ലാം അനുഷ്ഠിക്കാൻ എന്താണ് അനുശാസിക്കുന്നത്? ഉത്തരം: നിയമം. എട്ടാമത്തെ വാക്യം, നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിൻ്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ചോദ്യോത്തരം: നീതിമാന്റെ ബലിയുടെ സവിശേഷതയായി പ്രഭാഷകൻ പറയുന്നതെന്താണ്? ഉത്തരം: ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്ന നീതിമാന്റെ ബലിയുടെ സുഗന്ധം ഉയരുന്നതെവിടേക്കാണ്? ഉത്തരം: അത്യുന്നതന്റെ സന്നിധിയിലേക്ക്. ഒൻപതാമത്തെ വാക്യം, നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. ചോദ്യോത്തരം: പ്രഭാഷകന്റെ കാഴ്ചപ്പാടിൽ സ്വീകാര്യവും വിസ്മരിക്കപ്പെടുകയില്ലാത്തതും ആരുടെ ബലിയാണ്? ഉത്തരം: നീതിമാന്റെ. പത്താമത്തെ വാക്യം, കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. ചോദ്യോത്തരങ്ങൾ: നാം കർത്താവിനെ എപ്രകാരമാണ് മഹത്വപ്പെടുത്തേണ്ടത്? ഉത്തരം: മനം തുറന്ന്. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്ത് കാട്ടരുത്? ഉത്തരം: ലുപ്ത്. 11ാമത്തെ വാക്യം, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. ചോദ്യോത്തരം: കാഴ്ച സമർപ്പിക്കുമ്പോൾ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നതെന്താണ്? ഉത്തരം: മുഖം വാടരുത്. 12ാമത്തെ വാക്യം,
അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. ചോദ്യോത്തരം: ആര് നൽകിയതുപോലെ തിരികെ കൊടുക്കാനാണ് പ്രഭാഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം: അത്യുന്നതൻ. പ്രഭാഷകൻ കഴിവിനൊത്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുന്നതെന്താണ്? ഉത്തരം: ഉദാരമായി കൊടുക്കാൻ. 13-ാമത്തെ വാക്യം: കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. ചോദ്യോത്തരം: കർത്താവ് പ്രതിഫലം നൽകുന്നവനാകയാൽ നാം കൊടുക്കുന്നതിന് എത്ര ഇരട്ടിയായി അവിടുന്ന് തിരികെ തരുമെന്നാണ് പറയുന്നത്? ഉത്തരം: 7 ഇരട്ടിയായി. 14-ാമത്തെ വാക്യം: കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. ചോദ്യോത്തരം: കൈക്കൂലി കൊടുത്താൽ സ്വീകരിക്കുകയില്ലാത്തതാരാണ്? ഉത്തരം: കർത്താവ്. 15-ാമത്തെ വാക്യം: അനീതിപൂർവകമായ ബലിയിൽ ആശ്രയിക്കരുത്, കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. ചോദ്യോത്തരം: അനീതി വർജിക്കുക പാപപരിഹാര ബലിയായതിനാൽ നാം ആശ്രയിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന ബലി ഏതാണ്? ഉത്തരം: അനീതിപൂർവകമായ ബലി. അനീതിപൂർവകമായ ബലിയിൽ ആശ്രയിക്കരുതെന്ന് പ്രഭാഷകൻ പറയുന്നതെന്തിനാലാണ്? ഉത്തരം: കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനായതിനാൽ. 16-ാമത്തെ വാക്യം: അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല, തിന്മയ്ക്കു വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ചോദ്യോത്തരങ്ങൾ: പക്ഷപാതമില്ലാത്ത ന്യായാധിപനായ കർത്താവ് ആരോട് പക്ഷപാതം കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത്? ഉത്തരം: ദരിദ്രനോട്. ദരിദ്രനോട് പക്ഷപാതം കാണിക്കാത്ത കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക? ഉത്തരം: തിന്മയ്ക്ക് വിധേയനായവന്റെ. 17-ാമത്തെ വാക്യം: അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. ചോദ്യോത്തരം: തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് അവഗണിക്കാത്തത് ആരുടെ പ്രാർത്ഥനയാണ്? ഉത്തരം: അനാഥന്റെ. അനാഥന്റെ പ്രാർത്ഥന അവഗണിക്കാത്ത കർത്താവ് ആരുടെ പരാതികളാണ് അവഗണിക്കാത്തത്? ഉത്തരം: വിധവയുടെ. 18-ാമത്തെ വാക്യം: തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ. ചോദ്യോത്തരം: തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിലപിക്കുന്നതാരാണ്? ഉത്തരം: വിധവ. 19-ാമത്തെ വാക്യം: അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? ചോദ്യോത്തരം: ആർക്കെതിരായി വിധവ വിലപിക്കുമ്പോഴാണ് അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം: തൻ്റെ കണ്ണുനീരിന് കാരണമായവനെതിരായി. 20-ാമത്തെ വാക്യം: കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. ചോദ്യോത്തരം: നീതിമാന്റെ ബലി സ്വീകാര്യമാണെന്ന പ്രബോധനം നൽകുന്ന പ്രഭാഷകൻ സ്വീകാര്യനാണെന്ന് കരുതുന്നതാരെയാണ്? ഉത്തരം: കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ. 21-ാമത്തെ വാക്യം: വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ചോദ്യോത്തരങ്ങൾ: വിനീതന്റെ പ്രാർത്ഥനയുടെ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നതെന്താണ്? ഉത്തരം: മേഘങ്ങൾ തുളച്ചു കയറുന്നു.
മേഘങ്ങൾ തുളച്ചുകയറുന്ന വിനീതന്റെ പ്രാർത്ഥന എവിടെ എത്തുന്നതുവരെയാണ് അവൻ സ്വസ്ഥനാവുകയില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്തൃസന്നിധിയിൽ. 22-ാമത്തെ വാക്യം, ന്യായവിധി നടത്തി നിഷ്കളങ്കനു നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. ചോദ്യോത്തരം: അത്യുന്നതൻ എന്ത് ചെയ്യുന്നതുവരെയാണ് പിൻവാങ്ങുകയില്ല എന്ന് പറയുന്നത്? ഉത്തരം ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ സന്ദർശിക്കുന്നതുവരെ. 23-ാമത്തെ വാക്യം, കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും. ചോദ്യോത്തരങ്ങൾ: കർത്താവ് ആരുടെ അരക്കെട്ട് തകർക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം നിർദ്ദയന്റെ. പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമായി വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ലാത്ത കർത്താവ് പകരം വീട്ടുന്നത് ആരോടായിരിക്കും? ഉത്തരം ജനതകളോട്. നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യുന്ന കർത്താവ് ആരുടെ കൂട്ടത്തെയാണ് നിർമ്മാർജ്ജനം ചെയ്യുക? ഉത്തരം ധിക്കാരികളുടെ. അനീതി പ്രവർത്തിക്കുന്നവനോട് കർത്താവ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതെന്താണ്? ഉത്തരം ചെങ്കോൽ തകർത്തു കളയുമെന്ന്. 24-ാമത്തെ വാക്യം, മനുഷ്യന് പ്രവൃത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. ചോദ്യോത്തരം: മനുഷ്യന്റെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകുക കർത്താവ് അവന്റെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതെപ്രകാരമാണ്? ഉത്തരം അവയുടെ വൈഭവത്തിനനുസരിച്ച്. 25-ാമത്തെ വാക്യം, തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. ചോദ്യോത്തരം: കർത്താവ് തൻ്റെ കരുണയിൽ തൻ്റെ ജനത്തെ ആനന്ദിപ്പിക്കുന്ന വിധം എങ്ങനെയാണ്? ഉത്തരം ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച്. 26-ാമത്തെ വാക്യം, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ചോദ്യോത്തരങ്ങൾ: കഷ്ടതയിൽ ആശ്വാസപ്രദമായി പ്രഭാഷകൻ കാണുന്നതെന്തിനെയാണ്? ഉത്തരം കർത്താവിൻ്റെ കരുണയെ. കഷ്ടതയിൽ ആശ്വാസപ്രദമായ കർത്താവിൻ്റെ കരുണയെ പ്രഭാഷകൻ ഉപമിക്കുന്നതെന്തിനോടാണ്? ഉത്തരം വരൾച്ചയുടെ നാളുകളിലെ മഴക്കാറുപോലെ.